നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസിൽ ഒരു പോർക്ക് ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തില് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വീടുകളില് കല്യാണം, ക്രിസ്മസ്, ഈസ്റ്റർ പോലുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ ലഞ്ചിൽ സെർവ് ചെയ്യുന്ന പോർക്ക് ഉലർത്തിയത് അഥവാ പോർക്ക് ഫ്രൈ ആണ് ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഒരു പോർക്ക് ഉലർത്തിയത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഉലർത്തിയത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്നത് മസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പീസുകളിലെല്ലാം ഈ മസാല ഒന്ന് കോട്ട് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. പിന്നെ ഈ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്ന മസ്റ്റാന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർക്കിൽ കുറച്ച് ഫാറ്റ് ഒക്കെ ഉള്ള പീസസ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ വേവിക്കുമ്പോൾ ഈ കുറച്ച് നെയ്യ് ഇറങ്ങുമല്ലോ എന്തായാലും. ആ നെയ്യ് ഇറങ്ങുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ വെച്ച് മാറിനേറ്റ് ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ ഒരുപാട് ഉരുകി ഇറങ്ങത്തില്ല, പക്ഷെ ഇറങ്ങത്തില്ല എന്നല്ല, ഇറങ്ങും, പക്ഷെ ഒരുപാട് ഇറങ്ങത്തില്ല. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒത്തന്റിക് രീതിയിൽ ചട്ടിയിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കേണ്ടത്. പക്ഷെ അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയ ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിക്കുന്നത്. അപ്പോൾ ഈ കുക്കറിൽ എത്ര വിസിൽ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ എടുക്കുന്ന പോർക്ക് ഇപ്പൊ നാടൻ പോർക്കാണോ അതോ ഫാമിൽ വളർത്തുന്ന പോർക്കാണോ അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. മാത്രമല്ല നിങ്ങളുടെ കുക്കർ ഇപ്പോൾ വലിയ കുക്കർ, ചെറിയ കുക്കർ, അതിനനുസരിച്ചെല്ലാം നമുക്ക് ഈ ഒരു വിസിലിൽ വേരിയേഷൻ വരാം. അപ്പോൾ അതെല്ലാം അനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു റിസോഴ്സിനെ ബേസ് ചെയ്തിട്ട് എത്ര വിസിൽ കൊടുക്കണോ അത്ര വിസിൽ കൊടുത്ത് വേവിക്കാം. അതിനു മുമ്പ് നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കാം. നമുക്ക് ആദ്യം ഒരു മസാല പൗഡർ റെഡിയാക്കാം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 ടീസ്പൂൺ പെപ്പറും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, ചതച്ചെടുത്താൽ മതി. ഇത് നമ്മളൊരു 2 സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവാണെങ്കിൽ കുരുമുളക് കൂടുതൽ ചേർക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ ഇഞ്ചി ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് നീളമുള്ള ഒരു ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള 5 ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അത് ഞാൻ കല്ലുപ്പാണ് കേട്ടോ എടുക്കുന്നത്. കല്ലുപ്പാണ് കുറച്ച് ടേസ്റ്റ് കൂടാനായിട്ട് എപ്പോഴും നല്ലത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരിഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്കിനി നമ്മുടെ കറി റെഡിയാക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു നല്ല അടികട്ടിയുള്ള ഒരു ഉരുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. നമ്മളിങ്ങനെ നാടൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി അതിലേക്ക് ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു സ്റ്റാർ അനീസ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ചെറിയ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്തിട്ട് നമുക്കൊരു 10 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി നമുക്ക് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ പാത്രത്തിന്റെ അടിയിൽ പിടിക്കുന്നത്. നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ അങ്ങനെ പിടിക്കത്തില്ല. പക്ഷെ നമ്മൾ പോർക്ക് ഉലർത്തിയതൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും ഉരുളി പോലുള്ള പാത്രങ്ങളാണ് കേട്ടോ നല്ലത്. ഇനി അതിന്റെ ആ ഒരു പച്ച മണം, ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ ആ ചതച്ച് വെച്ച് പെരിഞ്ചീരകവും പെപ്പറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ആ റോസ് സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇതിന്റെ റോസ് സ്മെല്ല് മാറിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ കറി വെക്കുമ്പോഴും ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു കുത്തല് നമ്മുടെ കറിയിലുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ മസാല നമ്മൾ നന്നായിട്ട് റോസ് സ്മെല്ല് മാറണം. നമ്മുടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ചതച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം.
ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ്. 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതാ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി അതല്ല, അതിൻ്റെ ആ ഒരു റോസ് മില്ല് മാറുന്നത് വരെ ഒരു 10 സെക്കൻഡ് തൊട്ട് ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ഇളക്കുക. നമ്മുടെ പാത്രം നല്ല ചൂടുള്ളത് കൊണ്ട് അത്രയൊക്കെ മതിയായിരിക്കും. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തത്, നമ്മൾ ആ പോർക്ക് വേവിക്കുന്ന സമയത്ത് ആ ഒരു പോർക്കിൽ നിന്ന് നെയ്യ് ഇറങ്ങിയ ആ ഒരു നെയ്യും ആ വെള്ളവും ആ സ്റ്റോക്കും കൂടെയുള്ള ആ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. ആ പോർക്കിൻ്റെ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ആ പോർക്കിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു മസാലയുടെ പ്രിപ്പറേഷനാണ്. ഇത് നമ്മുടെ ആ ഒരു പോർക്കിൻ്റെ ആ ഒരു നെയ്യിലും ആ ഒരു സ്റ്റോക്കിലും ഒക്കെ കിടന്ന് മസാല നന്നായിട്ട് കുക്കാവണം. കുക്കായി അത് പറ്റി നന്നായിട്ട് ഡ്രൈ ആവണം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ടിടുക. ഇത് നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ കണ്ടോ, കളർ മാറി നല്ലൊരു ബ്രൗണിഷ് കളറിൽ വന്ന് നമ്മൾ ആ ഒഴിച്ച എണ്ണയെല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് 2 കപ്പ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന സവോള ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് സവോള ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സവോള ആഡ് ചെയ്താൽ അതൊരു ക്യാരമലൈസ് ആയി പോകും. അപ്പോൾ ആ ഒരു സവോളയ്ക്ക് ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അത് വരാതിരിക്കാനും കുറച്ച് ക്രഞ്ചി ആയിട്ട് കിടക്കാനും വേണ്ടിയിട്ടാണ് ഈ സമയത്ത് സവോള ആഡ് ചെയ്യുന്നത്. സവോള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് നേരം അതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ തുറന്നാൽ സവോള ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ കുറച്ച് ക്രഞ്ചി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മസാല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ബ്രൗണിഷ് കളറില്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പോർക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ പോർക്കില് ഫുള്ളി മസാല ഒന്ന് കോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 10 to 15 മിനിറ്റ്സിൽ നമ്മുടെ കറി റെഡിയാകും. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് അടച്ചു വെക്കാം. ഈ ഒരു 10 മിനിറ്റ്സ് അടച്ചു വെക്കുന്നതിൽ ഇടയ്ക്ക് ഒരു 3 to 4 ടൈംസ്, ഒരു 4-5 പ്രാവശ്യം നമുക്കതൊന്ന് ഇടയ്ക്കിടയ്ക്കെടുത്ത് ഇളക്കി കൊടുക്കണം. അടച്ചു വെക്കാൻ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പോർക്കിൻ്റെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ് അടച്ചു വെച്ച് വേവിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോർക്കിൻ്റെ കളറൊക്കെ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ബാക്കിയുള്ള നമ്മൾ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുന്നത് വരെ നമ്മൾ ഇതിൽ ഒരുപാട് മസാലകൾ വാരി വലിച്ചിട്ടിട്ടില്ല. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പോർക്ക് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചാൽ പെരിഞ്ജീരകം കുരുമുളകിൻ്റെ ആ ഒരു പൊടിയില്ലേ, അതുകൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യാം, പക്ഷേ ഗരം മസാല ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ കണ്ടോ, നമ്മുടെ പോർക്കിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. കുറച്ചും കൂടി ഒരു ഡാർക്കർ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ വരുന്ന ആ ഒരു സ്മെല്ല്, നല്ല സ്മെല്ലുമാണ്. കളറ് മാറിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ടെംപ്റ്റിംഗ് ആണ് കേട്ടോ നമുക്കിതിപ്പോൾ കഴിക്കാനായിട്ട്. ഇനി നമുക്കതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഇതൊരു ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ഫോട്ടോയാണ് കേട്ടോ. അതിൻ്റെ കളറ് മാറിയത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിക്കുന്ന എന്നതിൻ്റെ കൂടെയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചോറ് തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. ചോറും മോര് കാച്ചിയതും കുറച്ച് പാവയ്ക്ക തോരനും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര കിടു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ചും കൂടെ സ്പൈസി വേർഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് അവസാനം ഇടുന്ന സമയത്ത്, അവസാനം ആ പൊടി ചേർക്കുന്ന സമയത്ത് ചതച്ച കുരുമുളക്, പൊടിയല്ല ചതച്ച കുരുമുളക് നിങ്ങൾക്ക് ചേർക്കാൻ നല്ലതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ചേർത്താൽ കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള ഒരു വേഷം കിട്ടും. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു കുറച്ച് കൂടുതൽ കളറ് ഡാർക്ക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നുണ്ടാക്കി നാളെ എടുക്കുമ്പോൾ ആണ് കുറച്ചും കൂടെ കളറ് ഡാർക്കർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് വെക്കും തോറും അതിന്റെ കളർ കൂടും. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.